ഗുഡ് മോർണിംഗ്. ഞാൻ എന്നോട് തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഗുഡ് നൈറ്റ് ആണോ, ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് ഈവനിങ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഒരു തിങ്കളാഴ്ചയാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ സമയം വന്നിട്ട് ഒരു 10:15 10:30 ആ ഒരു സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ട് കിടന്നത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. എന്നും ഞാനൊരു 9 മണി, എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ് കേട്ടോ ഇപ്പം, അതായത് ഈ ഒരു വീക്കും കൂടി. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് എൻ്റെ ഷിഫ്റ്റ് മാറും. ഇനി 8 to 4 ആവും, രാവിലെ 8 to വൈകിട്ട് 4 PM. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞാൻ ഏർലി ഷിഫ്റ്റ് എടുക്കും, വിൻ്റർ ആവുന്ന സമയത്ത് ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എടുക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ വിൻ്ററിൻ്റെ സമയത്ത് എനിക്ക് കിടന്നുറങ്ങാം രാവിലെയൊക്കെ. അപ്പോൾ യൂഷ്വലി ഞാനൊരു 9 മണിക്ക് എഴുന്നേൽക്കും. പക്ഷേ ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ, സൺഡേ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ രാവിലത്തെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചുമ്മാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ, ബട്ട് ഒരു വർക്ക് ഫ്രം ഹോം എഡിഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. പിന്നെ വിൻ്റർ ആവണ സമയത്ത് ഒന്നും പറയണ്ട, ഇവിടെ എല്ലാവരുടെയും സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവും, പ്രത്യേകിച്ച് ലിപ്സും ബോഡിയും എല്ലാം. അപ്പം ഈ നമ്മുടെ ബോഡീനെയും സ്കിന്നിനെയും ലിപ്സിനെയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിൻ്റർ സമയത്ത്. കിടന്നിട്ട് എണീക്കുമ്പോൾ മുടി നന്നായിട്ട് ടാങ്കിൾഡ് ആവുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റാങ്കിളൊക്കെ ചെയ്ത് എടുക്കുമായിരുന്നു ഹെയർ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ തലയ്ക്കൊരു വെളിവ് വന്നത്. എണീറ്റ് പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ബോഡി ഒന്ന് സെറ്റായി വരുന്നുണ്ട്, റീസെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വൈറ്റമിൻസ് കഴിക്കാം. രാവിലെ എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൈറ്റമിൻ സി, അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യുന്നത് ഒരു കൊളാജൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇത് കൊളാജൻ പ്ലസ് ബയോട്ടിൻ സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു B12. അപ്പം ഇത് മൂന്നുമാണ് രാവിലെ എടുക്കണം. അതായത് വേറെ ഫുഡൊന്നും കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഈ 3 സംഭവമാണ് കഴിക്കുന്നത്. ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് വന്നിട്ട് നമുക്ക് ച്യൂ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. വേണ്ടോ? പക്ഷെ കൊളാജൻ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഓൾസോ എൻ്റെ രാവിലത്തെ മോർണിംഗ് റുട്ടീനിൽ ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു പരിപാടിയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് എക്സസൈസ് സംഭവങ്ങൾ. യൂഷ്വലി ഞാനൊരു 15, 20, 25 മിനിറ്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ഒരു എക്സസൈസും കാര്യങ്ങളും ചെയ്യാറുണ്ട് വീട്ടിൽ. ചിലപ്പോൾ അതൊരു മാറ്റ് എക്സസൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാങ്കോ അറ്റ്ലീസ്റ്റ് സ്ക്വാഡ്സോ എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ച് അതും ഇതൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു ബോഡി ഒന്ന് മൂവ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മൺഡേ ടു സൺഡേസ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4 days എങ്കിലും ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യലുള്ളതാണ്. വീക്കെൻഡ്സ് പൊതുവെ നടക്കാറില്ല. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ എണീറ്റപ്പോൾ ലേറ്റ് ആയല്ലോ. യൂഷ്വലി ഞാൻ ഒരു 9 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് സമയം കിട്ടാറുണ്ട്. ബട്ട് ഇന്നിപ്പം നമ്മളത് സ്കിപ്പ് ചെയ്യുക. ബിക്കോസ് ഇപ്പം തന്നെ ഇവിടെ സമയം 11:45. എനിക്ക് 1 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിനു മുന്നേ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതാണ് ഈ നെക്സ്റ്റ് പരിപാടി. നമുക്ക് ചായ ഇടാം. ഓക്കെ? ഓൾസോ ഫ്രിഡ്ജിൽ നിന്ന് ഡീഫ്രോസ്റ്റ് ആയി കിട്ടേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് വെളി വെക്കുന്നുണ്ട്. കട്ടൻ ഏകദേശം തിളച്ച് സെറ്റായി. ഇനി അതിലേക്ക് പാലും കൂടെ ചേർത്ത് പാൽ ചായ ആക്കാം നമുക്ക്. ഇത് നമ്മുടെ കീൻവയാണ്. അപ്പം ഞാൻ അത് ജസ്റ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ നമ്മുടെ ചായയും ഇവിടെ സെറ്റായി. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. മൈ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൾസോ പ്രിറ്റി സിമ്പിൾ. കുറച്ച് നട്ട്സും ഓൾസോ മറ്റേ കുറച്ച് സീഡ്സ് ഒക്കെ ഇല്ലേ, മറ്റേ ചിയ സീഡ്, പംകിൻ സീഡ്, ക്രാൻബെറീസ്, അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബോളിൽ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കാറ്. ഐ എം നോട്ട് എ വെരി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് പേഴ്സൺ. എനിക്ക് രാവിലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അത്ര വലുതായിട്ട് ഇറങ്ങില്ല. അല്ലെങ്കിൽ ഞാൻ എഗ്സ് വല്ലതും കഴിക്കും. വീക്കെൻഡ്സ് യെസ് ഓഫ് കോഴ്സ് ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ വീക്ക് ഡേയ്സ് വന്നിട്ട് ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഈ ഒരു സമയമാണ് ഇനി ഞാൻ എൻ്റെ ഫോൺ കുറച്ച് നേരം തോണ്ടും കേട്ടോ. ഞാൻ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഈ വക സംഭവങ്ങളൊക്കെ നോക്കും. റിപ്ലൈ കൊടുക്കാനുള്ളതിനൊക്കെ റിപ്ലൈ കൊടുക്കും. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടികളും ചെയ്യും. ഹലോ, ഇന്നൊരു അടിപൊളി താറാവ് കറിയും
വെള്ളപ്പുട്ട് വേണം. പുട്ട്. Why am I saying വെള്ളപ്പുട്ട് always? Please, അരിപ്പുട്ട്. ഈ അരിപ്പുട്ടം കണ്ടു പോയി വരാത്ത. നല്ല അടിപൊളി താറാവ് കറിയും അരിപ്പുട്ട് വേണം. ഇവിടെ ഇപ്പൊ സമയം 1:10. ഞാൻ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ലോഗിനൊക്കെ ചെയ്തായിരുന്നു. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. ഇപ്പൊ സമയം 3:44. എനിക്ക് ഫസ്റ്റ് 15 മിനിറ്റ്സ് ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തു. ഇനി ഈ സമയം ഞാൻ ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ്സിൽ ഞാൻ തിരിച്ചു വീണ്ടും ജോലിക്ക് കയറും. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ഒരു 30 മിനിറ്റ്സ് ലഞ്ചുണ്ട്. അത് കഴിഞ്ഞ് ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് കൂടി ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി നോക്കാം. നമുക്ക് കുറച്ച് ഫുഡ് ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും കേട്ടോ ഇന്ന് ഞാൻ കഴിക്കാൻ പോണത് ലഞ്ചായിട്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ആ ലെഫ്റ്റ് ഓവറൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. കിൻവ, ക്യാബേജ് തോരൻ, പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പ്രോൺസ് റോസ്റ്റ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യുക, എന്നിട്ട് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് ജോലിക്ക് കയറി. എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 അവേഴ്സാണ്. അതിൽ 7 അവേഴ്സാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ബാക്കി 1 അവർ നമുക്ക് ബ്രേക്കാണ്. അതായത് 30 മിനിറ്റ്സ് നമുക്ക് ലഞ്ചും പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് 15 മിനിറ്റ്സും ഓൾസോ ലഞ്ചിന് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഒരു 15 മിനിറ്റ്സും എടുക്കാം. യൂഷ്വലി ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യണത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ അടുപ്പിച്ച് 1 അവർ ബ്രേക്ക് കണ്ടിന്യൂസ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ട് അടുത്ത 30 മിനിറ്റ്സ് ഒരുമിച്ച് എടുക്കാറുണ്ട്. അത് അന്നേരത്തെ ഒരു സിറ്റുവേഷൻ പോലെ അല്ലെങ്കിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും മോസ്റ്റ്ലി ചെയ്യാറ്. ഞാനിനി ഒരു സപ്ലിമെന്റ് കൂടെ യൂഷ്വലി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എടുക്കാറുണ്ട്. അത് D3 ആണ്. ഇവിടെ എൻ്റെ വൈറ്റമിൻ D ഞാൻ ഭയങ്കര ഡെഫിഷ്യൻ്റ് ആണ് കേട്ടോ. സോ D3 എടുക്കും. ഇതും നമുക്ക് ച്യൂ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു ഇച്ചിരി കൂടി വലിയൊരു ടാബ്ലറ്റാണ്. സോ എനിക്കത് അത്രയും ചവച്ചിറക്കാൻ വലിയ ഇഷ്ടമല്ല. സോ ഞാൻ വെള്ളത്തിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. എപ്പോഴും D എടുക്കുമ്പം നമ്മൾ എന്തെങ്കിലും തൈര്, പാല് അല്ലെങ്കിൽ ഒരു ഹെവി മീലിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലതൊരു ബെറ്റർ അബ്സോർപ്ഷന്. ഇപ്പോൾ ഇവിടെ സമയം 5:35. ഞാൻ ലഞ്ച് ബ്രേക്ക് എടുത്തു. നമ്മൾ നേരത്തെ ലഞ്ചൊക്കെ കഴിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സിൽ ഞാൻ ലഞ്ചൊന്നും കഴിക്കണില്ല. ഇനിയിപ്പോൾ ഡിന്നർ ഞാൻ ലാസ്റ്റ് 15 മിനിറ്റ്സ് ബ്രേക്കിൻ്റെ സമയത്തായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കിൻവയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം എന്ന് വിചാരിക്കുന്നു. ഓൾസോ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചിക്കനൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഓൾറെഡി ഇപ്പോൾ എനിക്കൊന്ന് ഡീഫ്രോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡിന്നർ പരിപാടി യൂഷ്വലി അഖിലാണ് ഡിന്നർ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ജോലിയിലായതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കലും പരിപാടികളും ഒക്കെ അഖിലാണ്. അപ്പോൾ അഖിൽ വന്നിട്ട് ചിക്കനൊക്കെ ഇനി കട്ട് ചെയ്ത് മോസ്റ്റ്ലി ഡിന്നർ കുറച്ച് ചിക്കൻ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കി എടുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ടിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലഞ്ചിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആവുമല്ലോ. ഇതിപ്പം കീൻവ എങ്ങനെയാണ് വേവിച്ചെടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാട്ടോ. ഒരു കുക്കറിൽ ആവശ്യത്തിന് കീൻവ എടുത്തിട്ട് അതിൽ ഒരു കീൻവ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് പിന്നെ ഒരിച്ചിരി ജീരകം ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഞാൻ പല രീതിയിൽ കീൻവ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും ഈ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടല്ല കേട്ടോ. ജസ്റ്റ് വെറുതെ പ്ലെയിൻ ആക്കി ഉണ്ടാക്കിയെടുക്കാനും ഉണ്ട്. പക്ഷേ ഓരോ വട്ടവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കീൻവയുടെ ടേസ്റ്റ് അത്രയും എടുക്കില്ല. അപ്പോൾ ഇനി ലഞ്ച് ബ്രേക്കിൽ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഫുഡ് കഴിച്ചത് കൊണ്ട് വിശക്കണില്ല. പക്ഷേ ഒരു ഇച്ചിരി നാരങ്ങ വെള്ളം, വൈറ്റമിൻ C അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. ലൈക്ക് ടാബ്ലറ്റ്സിൽ കൂടെ മാത്രമല്ലാതെ ഇങ്ങനെ നമുക്ക് വൈറ്റമിൻ C ഇൻടേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഓറഞ്ച്, ലെമൺ ജ്യൂസ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചിയാ സീഡ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു നാരങ്ങ വെള്ളത്തിൽ ആ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡും കൂടി ഇട്ടിട്ട് കുടിക്കുക. അഖിൽ വന്നു. ചിക്കൻ എന്തൊക്കെയോ ചെയ്തു, അത്ര തന്നെ. ചിക്കൻ എന്ത് ചെയ്തു? ചിക്കൻ വെട്ടി വൃത്തിയാക്കി ഞാൻ രാവിലെ എടുത്ത് വെച്ചത്. ആൻഡ് ഇപ്പം മസാലയൊക്കെ പുരട്ടി എയർ ഫ്രൈ ചെയ്യാൻ കയറ്റുകയാണ്. ഇത് ഏത് മസാലയാ? ഉപ്പിട്ടോ? ഓക്കെ. മറ്റേ ഡേസി ആണോ? എനിക്ക് വേണ്ട. ഓക്കെ. എത്രയിലാ വെച്ചേക്കുന്നത്? 160 ആദ്യം ഒരു അത്ര ഇരുന്നോട്ടെ.
ഇപ്പൊ സമയം വന്നിട്ട് 8:06. ഞാൻ എൻ്റെ ഫൈനൽ ബ്രേക്ക് എടുത്തു ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ. ഇതെല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഫാറ്റ് ആണോ അതോ നമ്മൾ എക്സ്ട്രാ ഓയിൽ ചേർത്തോ മുത്ത? കഴിഞ്ഞ ബ്രേക്കിന് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച കീൻവ ഇല്ലേ? യെസ്. അപ്പം മഞ്ഞപ്പൊടിയും ചെറുകൊക്കെ ഇട്ട് വെക്കണ കീൻവ ഏകദേശം കാണാൻ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ഓഫ് ചെയ്തായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ജസ്റ്റ് അതൊന്ന് തുറക്കണത് എന്ന് മാത്രം. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. ജസ്റ്റ് ചിക്കനും പിന്നെ സൈഡിൽ കുറച്ച് മയണൈസും എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സീരീസ്, ദ ഗുഡ് ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു സീരീസും കണ്ടിട്ടാണ് അവിടെ നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. എൻ്റെ അലാറം അടിച്ചു. 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഗൈസ്, എൻ്റെ ജോലി കഴിഞ്ഞു. സമയം ഇപ്പോൾ 9 മണിയായി. ഇനി ഞാൻ അതേ സിസ്റ്റമൊക്കെ ലോഗ് ഓഫ് ചെയ്ത് ഇറങ്ങാൻ പോവാം. ഇനി ബാക്കി യുദ്ധം നാളെ. സോ ടയേർഡ്. ഇന്ന് ഈ പ്രത്യേകിച്ച് ഈ വീക്കെൻഡ് കഴിഞ്ഞ് വരുമ്പം, ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ വീക്കെൻഡ്സൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്ക് ഭയങ്കര തിരക്കാണ്. കുറേ പെൻഡിങ് ഫയൽസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇന്നത്തെ റിക്വസ്റ്റ് കുറേ ഉണ്ട്. സോ യാ, എനിവേസ് 9 മണിയാവാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞു. ഇനി ലോഗ് ഓഫ് ചെയ്ത് ഇറങ്ങാം. ഞാൻ ഫസ്റ്റ് ടൈം ടെമുന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കേജ് കിട്ടി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നാണ് ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചത് നല്ല മണമില്ലല്ലോ. ഇതുണ്ടോ? ഇത് ഫ്രഷ് ആയിട്ടുള്ള ലാവൻഡർ ആണേ. കാണാവോന്നറിയില്ലല്ലോ. ഐ മീൻ ഫ്രഷ് ഇൻ ദ സെൻസ് ഇത് ഡ്രൈ ചെയ്തിട്ടുള്ള സംഭവമാണ് രണ്ടും. ഇത് ഞാൻ ഓർഡർ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കുളിക്കുന്നതിൻ്റെ ഷവറിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാം എന്ന് വിചാരിച്ചു. നല്ല സ്മെല്ല് വെളിയിൽ വരും എന്നാണ് ഇവർ പറയുന്നത്. വലിയ വില ഒന്നും ഇല്ലായിരുന്നു. എന്തോ $2 $3 അത്ര എന്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കട്ടിംഗ് ബോർഡാണ്. സ്റ്റീലിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വെച്ച് ഇനി അരിയുമ്പോൾ ഇങ്ങനെ കിരിക്കിരിക്കിരിക്കിരിക്കിരാന്നുള്ള ഒച്ച കേൾക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒരു കട്ടി പ്രതീക്ഷിച്ചു. ഇത് നമ്മുടെ ഒരു സ്കെയിലിൻ്റെ ഒക്കെ വലിപ്പമേ ഉള്ളൂ കേട്ടോ. നോട്ട് ടു ഗുഡ്. എൻ്റെ ഓർഡർ മൊത്തം മറ്റേ സ്മെല്ലിൻ്റെ സാധനങ്ങളാണ്. ഇത് വൈറ്റ് സ്പേസിൻ്റെ മറ്റേ ഈ കുന്തിരിക്കം സെറ്റപ്പ് ഇല്ലേ? യെസ്. മണം വലിയ മണമില്ല, ബട്ട് കുഴപ്പമില്ല. ഇതാ ഒരെണ്ണം കത്തിച്ച് നോക്കുമ്പോൾ അറിയാം. ഇനി കൊള്ളില്ലെങ്കിൽ ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യും കേട്ടോ. ഇപ്പം എന്താണാവോ? ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഇലക്ട്രിക് ലൈറ്ററാണ് കേട്ടോ. നമ്മുടെ ഈ ലൈറ്റർ ഇല്ല, ലൈറ്റർ അതിന് പകരം യൂഷ്വലി ആ ലൈറ്റർ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മറ്റേ ആ ഒരു ലിക്വിഡ് തീർന്നു കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യാറില്ലല്ലോ. സോ അതിന് പകരമായിട്ട് ഞാനൊരു ഇലക്ട്രിക് ലൈറ്റർ വാങ്ങിച്ച് നോക്കിയതാ. കണ്ടോ, ദേ ചാർജ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് തോന്നി. സോ ഓരോ വട്ടവും നമുക്ക് ഇങ്ങനെ ലൈറ്റർ മാറ്റണ്ടല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കൊള്ളാവെങ്കിൽ കീപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിട്ടേൺ. ഇതെന്നാ ചാതൻ, ഇതെന്തായാലും റിട്ടേൺ ഫോർ ഷുവർ. അയ്യേ, ഇത് ഫോട്ടോയിൽ കാണിച്ച പോലെയല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ബാക്കിലൊക്കെ ഇങ്ങനെ തൂക്കാൻ നല്ലതായിരിക്കുന്നു. ബട്ട് കൊള്ളില്ല. എന്തായാലും ഇത് റിട്ടേൺ. അയ്യേ, ചാത്ത സാധനം. ഐ മീൻ ഐ നോ തെങ്ങോലി കൂടുതലും ചാത്തൻ സാധനങ്ങളാണെന്ന്. പക്ഷെ ഞാൻ ഇച്ചിരിയും കൂടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചു. കത്രിക എടുത്തിട്ട് വരുവോ? കത്രിക അടുക്കളയിൽ നിന്ന് കത്രിക എടുത്തിട്ട് വാടോ. വാങ്ങിയത് ഏത്? ധന്യമുള്ളതോ? ലിൻഡർ റിമൂവർ. ലിൻഡർ റിമൂവർ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചോ. അത് ചിലപ്പോ ലിൻഡർ റിമൂവൽ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും.
എങ്ങനെ ലിങ്ക് റിമൂവ് ചെയ്യോ? ചക്കന് ബാക്കിലൊരു മുടിയുണ്ട്, ഞാൻ നോക്കട്ടെ. മുടി റിമൂവ് ചെയ്യില്ല, ലിന്റെ റിമൂവ് ചെയ്യുള്ളൂ. ഒന്നും ഇല്ല. എൻ്റെ അടുത്ത് ഡ്രാഗണൊക്കെ പറഞ്ഞത് സൂപ്പറാണ്. ഇതും അത് തന്നെ, ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. അപ്പൊ അറിയാണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രവർത്തനം ഇതെവിടെയും വെക്കുന്നത് ഇവിടെയാണ്. പക്ഷെ കളർ ഇതാ നല്ലത്, നല്ല ഗ്രീനാണ്. പ്രവർത്തിക്കാൻ അറിയില്ല, അതന്നെ സംഭവം. അതിങ്ങനെ പിടിക്കുക, നിമിക്കണം. എന്നിട്ട് അവിടെ ലിന്റ് പോയത്. പക്ഷെ ഇത് ലിന്റ് ഉള്ള എന്തെങ്കിലും നോക്കണം, എന്നാലേ അറിയുള്ളൂ. ഇങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് ലൈറ്റർ കൊള്ളായിരുന്നു, ആ ഒരു ലിൻഡ് റിമൂവർ കൊള്ളായിരുന്നു, ബാക്കിയെല്ലാം കണക്കായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഈ ഒരു സാധനത്തിലാണ്. ഇത് എന്തോ ഈ ഒരു കല്ലിൻ്റെ മേലെ നമ്മൾ കുറച്ച് എസൻഷ്യൽ ഓയിൽ ഡ്രിപ്പ് ചെയ്യുമ്പം സ്മെല്ല് വരുമെന്നാണ് പറഞ്ഞത്. അതാണെങ്കിൽ ഒരു 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 ഊപ്രിക്ക സാധനം, കൈകൊണ്ട് പിടിക്കാൻ പോലും പോയി. അത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് പിടിച്ചതും അത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടി താഴെ വീണു. പിന്നെ ഞങ്ങളത് ഇരുന്ന് ക്ലീൻ ചെയ്യലായിരുന്നു പരിപാടി. അഖിലിന്റെ ഓഫീസിൽ നിന്ന് ഗുർപ്രീത് ആന്റി നമുക്ക് തന്നുവിട്ട ഒരു ബോക്സ് ഓഫ് എന്താ പറയാ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഗുർപ്രീത് ആന്റി വന്നിട്ട് പഞ്ചാബിൽ നിന്നാണ്. സോ എന്തിനാണ് തന്നു വിട്ടതെന്ന് ഈ മണ്ടന്റെ അടുത്ത് ചോദിച്ചിട്ട് ആൾക്കറിയില്ല. എന്തിനാ തന്നതെന്നറിയോ? എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? ആന്റിയുടെ സന്തോഷത്തിന് തന്നതാണ് എന്നാണ് അഖില് പറയുന്നത്. എന്തായാലും ഒരു പെട്ടി സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഹാപ്പി. കൊള്ളാം, നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനം. നല്ല തൊണ്ടവേനൊക്കെ മാറും ആ സാധനം പുകച്ച. അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറില്ലല്ലോ. അങ്ങനെ വേറൊരു സംഭവം കൂടെ പരീക്ഷിക്കാനായിട്ട്, ടിമൂന്ന് വാങ്ങി വേറൊരു സംഭവം കൂടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതും എന്തോ ഒരു മണം വരുന്നൊരു സാധനമാണ്. പക്ഷേ വെറും ഷോക്കായിട്ടായിരുന്നു, മണമൊന്നും വന്നില്ല. മണം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കളെ അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു മണമല്ലായിരുന്നു. ഒരുമാതിരി മൂക്കിൽ കുത്തിക്കയറുന്ന ഒരു ടൈപ്പ് വൃത്തികെട്ട മണമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ TV ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ലാവും. അത് കഴിയുമ്പം കിടന്നുറങ്ങും. ഇപ്പം ഇവിടെ സമയം 9:45. ഞങ്ങൾ യൂഷ്വലി ഒരു 11:30 ആ ഒരു ടൈമിലേക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പം ഇനി കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. അപ്പം I'll see you soon in my next video. I hope you enjoyed. Take care. Bye.